الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين صدق الله أما بعد അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹൈറുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സാമൂഹിക ബന്ധങ്ങളിലെല്ലാം അല്ലാഹു ഹൈറും ബറക്കത്തുകൾ കയറ്റി തരട്ടെ. നമ്മുടെ ജീവന ഉപാധിയായിട്ടുള്ള കച്ചവടം, കൃഷി, മറ്റ് തൊഴിലുകൾ എല്ലാത്തിലും അല്ലാഹു നന്മ വർദ്ധിപ്പിച്ചു നൽകട്ടെ. ഇന്നലെ സൂചിപ്പിച്ച ആ ഒരു ചരിത്രഭാഗം കൂടി പറയുന്നത് നന്നായിരിക്കും എന്ന് തോന്നിയതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സംസം കിണറിനെ കുറിച്ച് അവകാശത്തർക്കം വന്നു. തീരെ ഒന്നുമില്ലാത്തയിടത്ത് അബ്ദുൽ മുത്തലിബ് തങ്ങൾ അവർ സംസം പുനർസൃഷ്ടിച്ചപ്പോൾ അവകാശവാദവുമായിട്ട് വേറെ ആളുകൾ വന്നു. ഖുറൈശികൾക്കപ്പുറമുള്ള ആളുകളും വന്നു. നേരത്തെ നിരാശയുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്നവർക്ക്. ഇത് കുഴിക്കുന്ന സമയത്ത് കുഴിച്ചിട്ടോട്ട് എത്തുന്നുമില്ല, മറ്റുള്ളവരൊക്കെ വിമർശിക്കുകയും ചെയ്യുന്നു, കുഴിക്കാനൊട്ട് ആള് കൂടിത്തരുന്നുമില്ല. ഇങ്ങനെല്ലാം കൂടി ഒരു നിരാശ ഉണ്ടായിരുന്നു. അവസാനം പഴയ ആ കെട്ട് കണ്ടപ്പോൾ ആത്മവീര്യം വർദ്ധിച്ചു. സംഗതി സാധിച്ചല്ലോ. അതെന്നാ പഴയ കിണറിന്റെ കെട്ടിന്റെ അടുത്ത് അങ്ങനെ കുഴിയൊക്കെ കഴിഞ്ഞപ്പോ ഖുറൈശികളല്ലാത്ത അറബികളും വന്നിട്ട്, ഗോത്രക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഈ പഴയ കെട്ട് കണ്ട ഹാജറ ഉമ്മ പണ്ട് കെട്ടിയെടുത്തിട്ട് അത് കണ്ടിട്ട് അവര് പറഞ്ഞു, യാ അബ്ദുൽ മുത്തലിബ് നിന്റെ കൂടെ ഞങ്ങൾക്കും ഈ കിണറിൽ അവകാശമുണ്ട്. ഇന്നഹാന ഷുറുബു അബീന ഇസ്മായിൽ, ഇത് ഞങ്ങളുടെ പിതാവായിട്ടുള്ള ഇസ്മായിൽ നബിയുടെ ആ പാരമ്പര്യത്തിൽ വന്നിട്ടുള്ള അതാണ്, ഞങ്ങൾക്ക് ആ വെള്ളമാണത്. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, അത് എനിക്ക് പ്രത്യേകത ഉള്ളതാണ്. ഞാൻ ഈജിയർ ഇസ്മായിലിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു വട്ടം അല്ല 4 വട്ടം സ്വപ്നം കണ്ടിട്ട് വന്നിട്ട് ആ അടയാളപ്പെടുത്തലിനനുസരിച്ച് കുടിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. അങ്ങനെ തർക്കം മൂത്തപ്പോ അവർ രൂപാധി വെച്ചു. നമ്മളൊരു കോർട്ടിലേക്ക് നമ്മൾ ഈ കേസ് കൊടുക്കുക, എന്നിട്ട് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവട്ടെ, ഒരു ജഡ്ജിയിലേക്ക് നമ്മളിത് കൊടുക്കുക, എന്നിട്ട് അവർ പറയും പോലെ നമുക്ക് തീരുമാനിക്കാം. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏത് കോർട്ടിലാണ് കൊടുക്കുന്നത്? അന്നത്തെ കോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ സുപ്രീം കോർട്ട് പോലത്തെ കോർട്ടുകളൊന്നും അല്ല. അന്ധവിശ്വാസത്തിന്റെ പുറകിലാണ്. കാലു അവര് പറഞ്ഞു, ബൈനന വബൈനക കാഹിനത്തു ബനി സഅദ് വകാനത്ത് ബിഅശ്റാഫി അശ്ശാം. അങ്ങ് സിറിയയുടെ ഭാഗത്ത് ഉള്ള ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു ജ്യോത്സ്യ പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഈ കണക്ക് വെച്ചിട്ട് പറയുന്ന പെണ്ണ് വാസ്തവത്തിൽ കണക്ക് വെച്ച് പറയുന്ന ഇത്തരക്കാരെടുത്ത് പോയാൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പറയുന്ന കുറച്ച് കാര്യം ശരിയുണ്ടാവും, പക്ഷെ കുറെ കാര്യം ശരിയല്ലാത്തത് കളവായിരിക്കും. ഈ കളവും സത്യവും കൂട്ടിക്കലർത്തിയിട്ടാണ് പറയാൻ. അപ്പൊ നമ്മൾ ചെയ്യും ഈ സത്യത്തിന്റെ നാമ്പ് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് ചിലത് ശരി പറയില്ല. ആ പറയുന്നതിന്റെ അനുഭവം വെച്ചിട്ട് നമുക്ക് ഇല്ലാത്ത കളവ് പറയുന്ന അതുകൂടി നമ്മൾ എന്ത് ചെയ്യും? പട്ടാനാക്കാം. അതും കൂടി നമ്മൾ ശരിയാന്ന് വിചാരിക്കും. അങ്ങനെയാണ് നമ്മൾ വഴിതെറ്റി പോവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ജ്യോതിഷന്മാരെ സമീപിക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ അധ്യാപനം. നമ്മൾ ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല, ഈ കണക്ക് നോക്കുന്നവരടുത്ത് പോകരുത്. പക്ഷെ ഇവിടെ എന്താണ് ഇവർ പറയാം? ഇവിടെ അന്ന് ഇതൊക്കെ വ്യാപകമായിരുന്നു, ജ്യോത്സ്യന്മാരുടെ കളി പറച്ചിലൊക്കെ. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ജ്യോത്സ്യയുടെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ ഇവരാണെങ്കിൽ അറിയപ്പെട്ട ആളും നല്ല തറവാട്ടുകാരിയാണ്. ഈ പെണ്ണ് ജ്യോത്സ്യ പണിയെടുക്കണ പെണ്ണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എന്താ നമുക്കെന്താ പോകാലോ. അങ്ങനെ എന്ത് ചെയ്യണം? ഇതിപ്പോ ആരെങ്കിലും ഒരാളെ പോയി വന്നാൽ ഓടി വരുന്ന വാക്കുള്ളത് വിശ്വസിക്കൂല. അതിനുള്ള ട്രിക്ക് എന്താന്ന് വെച്ചാൽ എല്ലാ ഗോത്രത്തിന്റെയും പ്രതിനിധികൾ കൂടി പോവുക. അപ്പൊ ഖുറൈശികൾ തന്നെ ഒരുപാട് കുടുംബമുണ്ട്. അതിൽ ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തരെ വീതം വെച്ചിട്ട് അബ്ദുൽ മുത്തലിബ് എന്നവരുടെ പക്ഷവും
അപ്പുറത്ത് പണ്ടത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന വേറൊരു കൂട്ടരുണ്ട്. അവരുടെ ഗോത്രത്തിന്റെ വിവിധങ്ങളായ കുടുംബത്തിന്റെ പ്രതിനിധികളും ചേർന്നിട്ട് 2 സംഘം ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷെ അന്ന് മക്കയിൽ നിന്ന് ഈ ഷാമിലേക്ക് എത്തണമെങ്കിൽ ഘാതങ്ങൾ താണ്ടിയിട്ട് വേണം പോകാൻ. അതിനിടക്ക് നല്ല റോഡും സൗകര്യങ്ങളൊന്നുമില്ല. ഒരുപാട് മരുഭൂമി താണ്ടിയിട്ട് വേണം അവിടെ എത്താൻ. അപ്പോൾ ഒട്ടകപ്പുറത്താണ് പോവുക. പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഇന്ധനം ശേഖരിക്കണം. പക്ഷെ ഒരു പരിധി വരെയല്ലേ ശേഖരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഇവർ 2 കൂട്ടരും യാത്ര പോയിക്കൊണ്ടിരിക്കവേ മരുഭൂമിയുടെ ഏകദേശം കുറച്ചങ്ങ് എത്തിയപ്പോ അബ്ദുൽ മുത്തലിബിന്റെയും കൂടെയുള്ളവരുടെയും കയ്യിൽ സൂക്ഷിച്ചിരുന്ന കുടിവെള്ളം അത് തീർന്നു. അത് കുടിക്കാൻ വെള്ളമില്ല. അങ്ങനെ വന്നപ്പോ നമ്മുടെ മറുകക്ഷി ഉണ്ടല്ലോ, അവര് കൂടെ ഉണ്ടല്ലോ, അവരോട് പോയിട്ട് നിങ്ങളുടെ അടുത്തുള്ള വെള്ളം കുറച്ച് തരുന്നതാണ്, കുടിക്കാനുള്ള വെള്ളം നമ്മളത് തീർന്നു, നിങ്ങളെ വെള്ളം തരുന്ന. അപ്പൊ ഒരു സൗഹൃദം ഉണ്ട് ഉള്ളു കൂടി പ്രശ്നം തീർക്കാൻ. അവരെന്ത് പറഞ്ഞു? മാനസ്തത്യ, നമ്മൾക്കത് സാധ്യമല്ല. ഞങ്ങളെടുത്തുള്ള വെള്ളം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് വന്ന അതേ അവസ്ഥ ഞങ്ങൾക്കും വരും. ഞങ്ങളും തീർന്നു പോകും, ഞങ്ങൾ ഇടങ്ങറാവും, ഞങ്ങൾ തിരുവഴിയിലാവും, അതുകൊണ്ട് ഞങ്ങൾ തരൂലാകും. അപ്പൊ അബ്ദുൽ മുത്തലിബ് എന്നവർ തന്റെ കൂടെയുള്ളവരോട് ചോദിച്ച് എന്ത് ചെയ്യണം? ഒന്ന് തരുന്നില്ല, ഞമ്മടുത്ത് വെള്ളമില്ല. ഇനി വെള്ളം കുടിക്കാണ്ട് ദാഹിച്ച് നമ്മളെന്ത് ചെയ്യും? ഇടങ്ങാറാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് മറ്റുള്ളവരോട് കൂടിയാലോചന നടത്തിയപ്പോ അബ്ദുൽ മുത്തലിബിന്റെ കൂടെയുള്ളവർ അവരോട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് എന്നവരെ നിങ്ങൾ എന്താണോ തീരുമാനം കാണുന്നത് ആ തീരുമാനത്തിൽ ഞങ്ങൾ എന്തായാലും പൊത്തോളാം, ഞങ്ങളും അംഗീകരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ നേതാവിന് വിട്ടുകൊടുത്ത് തീരുമാനം എടുക്കാൻ. അപ്പൊ അബ്ദുൽ മുത്തലിബ് എന്നവർ പറഞ്ഞു, ഞാൻ കാണുന്ന ഒരു അഭിപ്രായം, നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് ഓരോരുത്തരും ഓരോരു കുഴി എടുക്കുക, മരുഭൂമിയിൽ കുഴി മാന്താം. എന്തിനെ? ഇവിടെ തന്നെ കിടന്ന് മരിക്കുമ്പോ ഓരോരുത്തർ മരിക്കുമ്പോ അവനവൻ കുഴിച്ച കുഴിയിലേക്ക് ഓരോ ബാക്കിയുള്ളവർ തട്ടിയിട്ടാ. അങ്ങനെ ഓരോരുത്തരും മരിക്കുമ്പോ ബാക്കിയുള്ളവര് ഓരോരുത്തർക്ക് വേണ്ടി കുഴി എടുക്കുക, കവറെടുക്കാനാ പറയുക. എന്നിട്ട് ഓരോരുത്തർ മരിക്കുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ളവർ തട്ടിയിട്ട് കൊടുക്കുക. അങ്ങനെ ലാസ്റ്റത്തെ ആള് വരെ അങ്ങനെ പോട്ടെ. അപ്പോ അഭിപ്രായം, നേതാവിന് അഭിപ്രായം വിട്ടുകൊടുത്തെങ്കിലും നേതാവിന്റെ അഭിപ്രായം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, അല്ല, ഓരോരുത്തർ ഭൂമിയിൽ അവനവന്റെ കുഴി വെട്ടിയിട്ട് മരിച്ചിട്ട് ആ കുഴിയിലാകുകയാണ്. അങ്ങനത്തെ ഒരു കടുങ്കൈ നമ്മൾ ചെയ്യണോ അബ്ദുൽ മുത്തലിബെ? പടച്ചോ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം തരൂലേ ദൈവം തമ്പുരാൻ? നമ്മൾ ഒന്നും കൂടി പ്രതീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുൽ മുത്തലിബ് എന്നവര് പറയുന്നു, എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആട്ടെ, എന്നാ നമ്മൾ പോവുക, കുറച്ചും കൂടി ആകുന്നിടത്തിലുള്ള പോവുക. എന്നാ വണ്ടി കയറി അങ്ങനെ ഓരോരുത്തർ അവരവരുടെ വാഹനപ്പുറത്ത് കയറി. അബ്ദുൽ മുത്തലിബ് എന്നവർ തന്റെ ഒട്ടകപ്പുറത്തും കയറി യാത്ര തുടരുക. പിന്നെയും പോവുകയാണ്, നമ്മൾ കുറച്ചുകൂടി പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ഒട്ടകം ചലിച്ചു തുടങ്ങിയപ്പോൾ ആ ഒട്ടകത്തിന്റെ കാൽക്കുളമ്പിനടിയിൽ നിന്നും പെട്ടെന്ന് കാണാം വെള്ളം ചീറ്റുന്നത്. ഒരു അത്ഭുതം പ്രവാഹം ഉണ്ടായിരുന്നതായി. അബ്ദുൽ മുത്തലിബ് പോണ ഒട്ടകത്തിന്റെ, അവർ സഞ്ചരിക്കുന്ന ഒട്ടകത്തിന്റെ കാൽക്കുളമ്പിന്റെ അടിയിൽ നിന്ന് വെള്ളം ചീറ്റാൻ തുടങ്ങി. അതിൽ നിന്ന് പൈപ്പ് പൊട്ടിയാനൊക്കെ വെള്ളം വരില്ല, അതുപോലെ ഈ മരുഭൂമിയിൽ വെള്ളം വരികയാണ്. നല്ല ശുദ്ധമായ വെള്ളം. പെട്ടെന്ന് അബ്ദുൽ മുത്തലിബ് എന്നവർ യാത്ര അവസാനിപ്പിച്ചു. ഒട്ടകത്തെ അവിടെ മുട്ടുകുത്തിച്ചു. അബ്ദുൽ മുത്തലിബിന്റെ കൂടെയുള്ളവരും അവരവരുടെ വാഹനത്തെ അവരുടെ സ്റ്റോപ്പ് ചെയ്യിച്ചു. എല്ലാവരും ദാഹം തീരെ കുടിച്ചു. അവരൊക്കെ ശേഖരിച്ചു വെച്ചു. ക്യാനിലും കന്നാസിലും കുപ്പിയിലൊക്കെ വെള്ളം ഇതിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മറ്റൊരു കുറച്ചങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവരെ തിരിച്ചു വിളിച്ചു, നിങ്ങളിങ്ങോട്ട് വരിക. നേരത്തെ വെള്ളം തരാത്ത ടീമുണ്ടല്ലോ പറഞ്ഞു, ആ കക്ഷികളെ കൂടി ഇങ്ങോട്ട് വിളിച്ചു. നല്ല വെള്ളത്തിന്റെ ഉറവ അങ്ങോട്ട് വരികയെന്ന്.
ഫഖദ് സഖാനല്ലാഹ്, പടച്ചോൻ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തന്നിട്ടുണ്ട്, നിങ്ങളും തരുന്നത്. അങ്ങനെ അവര് വന്നു. അവരും വന്നിട്ട് നോക്കുമ്പോ അവർക്ക് തൽക്കാലം അവരുടെ കയ്യിൽ കുടിക്കാനുള്ളതുണ്ട്. അവർ കാലിയായിക്കൊണ്ടിരിക്കുന്ന കുപ്പിയും കന്നാസും എല്ലാം വെച്ചിട്ട് പോലും നിറച്ച് വെള്ളം. സുമ്മക്കാലു, പിന്നീട് അവര് പറഞ്ഞു, യാ അബ്ദുൽ മുത്തലിബ് ഖദ് വല്ലാഹി ഖലാലക ഇന്നല്ലദീ സഖാകൽ മാഅ ബിഹാദിഹിൽ ഫലാത്തി ലഹുവല്ലദീ സഖാക സംസം. അബ്ദുൽ മുത്തലിബേ, ഈ മരുഭൂമിയിൽ വെള്ളത്തിന് പ്രതീക്ഷയില്ലാത്ത, ആരും പ്രതീക്ഷിക്കാത്ത ഈ മരുഭൂമിയിലേക്ക് അങ്ങേക്ക് ഒരു അത്ഭുത ശക്തി നിനക്ക് വെള്ളം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഇതാരെന്നെയാന്ന് വെച്ചാൽ ഈ തന്ന ആളെന്നെയാണ് ലഹുവല്ലദീ സഖാക സംസം. നിങ്ങൾക്ക് ആ സംസം തന്നതും തന്റെ ഈ ശക്തി തന്നെ. നിങ്ങൾക്ക് ഈ മരുഭൂമിയിൽ വെള്ളം നിങ്ങൾക്കാണല്ലോ കിട്ടിയത്, വേറെ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. ഇത് ഞങ്ങൾ ഒരു തെളിവായിട്ട് കാണുന്നു. ഈ മരുഭൂമിയിൽ നിങ്ങൾക്ക് വെള്ളം തന്ന ആ ശക്തി തന്നെയാണ് നിങ്ങൾക്ക് സംസമം തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം, ജോത്സ്യയുടെ അടുത്തേക്ക് പോണ്ട. ഇത് തന്നെയാണ് വിധി തീരുമാനമെടുക്കാനുള്ള എല്ലാ തെളിവും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഫഹിയലക്ക, സംസം കിണർ അത് നിങ്ങൾക്കുള്ളതാണ്. മേലിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളോട് തർക്കിക്കാൻ വരൂല എന്ന് പറഞ്ഞ് ആ ഒരു അത്ഭുതം ഉണ്ടായപ്പോ അതവർക്ക് തെളിവായി പിടിച്ച് അവരതിൽ തീരുമാനം കൈക്കൊണ്ടു. അബ്ദുൽ മുത്തലിബിന് മാത്രമായി ആ സംസം കിണർ സ്ഥിരപ്പെട്ടു. അങ്ങനെ ഖുറൈശികളുടെ ആധിപത്യത്തിൽ ആ സംസം കിണർ അങ്ങനെ വന്നു. മഹാനായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് എന്നവർ, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ കൂട്ടത്തിൽ അബ്ബാസ് എന്നവർക്കായിരുന്നു സംസം കിണറിന്റെ ഡ്യൂട്ടി, അതിന്റെ ഉത്തരവാദിത്വം. നമ്മൾ പറയില്ല, നമ്മളതിന്റെ എന്തായാലും പറയാ ഉസ്തുവാരി. ഈ ഉസ്തുവാരി ആരായിരുന്നു? അബ്ദുൽ മുത്തലിബായിരുന്നു. അങ്ങനെ അവരുടെ കീഴിൽ പിന്നെ അവരുടെ മക്കള് അവരായിരുന്നു ഈ കിണറിലെ വെള്ളം കൊടുക്കലും സപ്ലൈ ചെയ്യലും എല്ലാം. അങ്ങനെയാണ് ആ പാരമ്പര്യം ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോ അത്ഭുതമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തം കാണിക്കേണ്ട ഘട്ടങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ചില ഗുണങ്ങൾ കാണുന്ന പുറത്തുണ്ടാക്കുന്നുണ്ട്, അത് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ഈ മക്കായുടെ മണ്ണ് പറയുന്ന ചരിത്രങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും നല്ലവരായി ജീവിച്ച് നല്ലവരായി ജീവിക്കാൻ, അതോടൊപ്പം നല്ലവരോടൊപ്പം ചേരാനുള്ള മഹാഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു തആല നമുക്ക് മോചനവും രക്ഷയും പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. വിദേശ യാത്ര പോകുന്നവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ചില കേസും പ്രശ്നങ്ങളൊക്കെ വിധി തീർപ്പാക്കപ്പെടേണ്ട ദിവസം വരുന്നുണ്ട്. ഇന്നോ നാളെ അങ്ങനെയാണ്. അതിലൊക്കെ റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ അവർ അള്ളാഹുത്തിന്റെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഖൈറുകൊണ്ട് എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.